Hello friends, welcome to channel goodhappenshereajay സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഒരു 3000 രൂപയുടെ താഴെ വരുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3000 രൂപയുടെ ബെസ്റ്റ് സ്മാർട്ട് വാച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൽ ഒരു 78% ഒക്കെ നമുക്ക് യെസ് എന്നാണ് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരു ഫീച്ചർ വൈസ് നോക്കിയാലും ക്വാളിറ്റി വൈസ് നോക്കിയാലും ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കിയാലും ശരിക്കും 3000 രൂപയുടെ താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ എന്തായാലും ഞാൻ ഫുള്ളി ഒരു കോൺഫിഡൻസ് കൂടി പറയും. എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവരോട് ഞാൻ എന്തായാലും എൻ്റെ ബ്രാൻഡ് പറയാം. പെബിളിൻ്റെ നമ്മുടെ കോസ്മോ മാക്സ് എന്ന് പറഞ്ഞൊരു സ്മാർട്ട് വാച്ചാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ AMOLED ഡിസ്പ്ലേ അല്ല വരുന്നത്, പക്ഷേ ഇതിൻ്റെ ഒരു TFT ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ഈ റേഞ്ചിൽ ഏറ്റവും ബിഗ് ഡിസ്പ്ലേ ആണ് വരുന്നത്, 1.81 സംതിങ് ആണ് വരുന്നത്, 1.81 ബിഗർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഡയൽ പേഡ് അടക്കം നമുക്ക് ഇതുകൊണ്ട് ഡയൽ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ അതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ബ്ലഡ് ഓക്സിജൻ ലെവലും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് പെഡോമീറ്റർ കിട്ടുന്നുണ്ട്, വാച്ച് ഫേസസ്, നമുക്ക് ഒരു ആപ്പ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയാൽ നമുക്ക് പുതിയ സാധനം തരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റീപ്ലേസബിൾ കമ്പനിക്ക് വരുന്നത്. ആക്ച്വലി ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 6999 രൂപയാണ്. പക്ഷേ നമുക്ക് ബൈങ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 3000 താഴെ 2999 രൂപയാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്, താല്പര്യമൊക്കെ ആയിട്ട് പോയിട്ട് വാങ്ങിക്കാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടംപോലെ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊരു ഗോൾഡൻ ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലാക്കും ഉണ്ട്, സിൽവർ മോഡലും ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് കളറും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബാൻഡിൻ്റെ, അതായത് നമ്മുടെ സ്ട്രാപ്പിൻ്റെ കളർ ഡിഫറൻസ് ഉള്ള മോഡലുകളും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കളേഴ്സുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലാപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കോളിംഗ്സ് എന്താ പറയുക, കോളിംഗ് ഓൾറെഡി പറഞ്ഞല്ലോ, കോളിംഗ് സപ്പോർട്ട് ഉണ്ട്, നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ഒരു ഈ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് എന്ന് തന്നെ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര കാലം നമ്മൾക്ക് ഈ റേഞ്ചിൽ വരുന്ന സ്മാർട്ട് വാച്ചുകളൊക്കെ ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്മാർട്ട് ബാൻഡ് ജസ്റ്റ് വിത്ത് ബിഗർ ഡിസ്പ്ലേ അങ്ങനത്തെ സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നോർമൽ നമ്മുടെ പ്രീമിയം സ്മാർട്ട് വാച്ചിലൊക്കെ ഞാൻ സാംസങ്ങിൻ്റെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന പോലെ ഒരു ഫീച്ചേഴ്സും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ നമ്മൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ബോട്ടിൻ്റെ നമ്മുടെ റീസെൻ്റ്ലി ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി നമ്മളൊരു വാച്ച് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതൊരു 4000 ആ റേഞ്ചിൽ വരുന്നൊരു നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ്. നമ്മളെല്ലാം ജസ്റ്റ് തന്നെ ചെറുപറ നമ്മളെല്ലാം ചെയ്യുന്നില്ല, എല്ലാം ഒരു ടോപ്പ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണം, നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളിത് ആക്ച്വലി ഒരു ഗീവ് അവേ പോലെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഗീവ് അവേ നമ്മൾ നോക്കുന്നത് ഒരു എന്താ പറയുക, ഒരു 5K വ്യൂസ് ആകുമ്പോഴാണ്. നമ്മൾ ലൈക്സും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. 5K വ്യൂ നമുക്ക് നമ്മുടെ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ നമുക്ക് 5K വ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അനൗൺസ് ചെയ്യും. നമ്മുടെ നോർമൽ റൂള് തന്നെയാണ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക. നമ്മൾ റാൻഡം കമൻറ്റ് പിക്കറാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളത് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളത് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ലൊരു കമൻറ്റും ചെയ്യുക. അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ 5K വ്യൂസ് ആകുമ്പോൾ നമ്മളിത് ആക്ച്വലി അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ വ്യൂസിൻ്റെ നമ്മൾ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈസിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ 6000 മുകളിലുണ്ട് ഇപ്പോൾ. അപ്പോൾ വലിയ കടമ്പയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ അൺബോക്സിങ് അതിനുള്ള വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെബിളിൻ്റെ നമ്മുടെ കോസ്മോ മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ബോക്സ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ എൻ്റെ ഈ സൈഡിലിരിക്കുന്ന നിങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ആക്റ്റീവ് 2 വാച്ചാണ് കേട്ടോ. ഇത് സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എന്താ പറയുക സ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം പ്രീമിയം ടൈപ്പ് ഒരു സ്മാർട്ട് വാച്ചാണ്. പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന സ്മാർട്ട് വാച്ചാണ്. ഫീച്ചേഴ്സും ഇഷ്ടം പോലെ വരുന്നൊരു സ്മാർട്ട് വാച്ചാണ്. ഇതിലും നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ളതാണ്, പക്ഷേ ഇതിലും ബ്ലൂടൂത്ത് കോളിംഗ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2999 രൂപയാണ് കേട്ടോ. അപ്പോൾ ആ പ്രൈസിന് ആക്ച്വലി ഒരു 3000 താഴെ നോക്കുമ്പോൾ നമുക്ക് ഈ പെബിളിൻ്റെ സ്മാർട്ട് വാച്ചിന് ഏറ്റവും നല്ലത്. അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അത്യാവശ്യം നമുക്ക് കളറിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഒരു ബ്ലാക്ക് ഗോൾഡ് കളറായിട്ട് വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് ഓൾറെഡി പടം കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ബോക്സ് പരിചയപ്പെടാം. അപ്പോൾ പെബിളിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ദ യൂണിവേഴ്സ് ഓൺ യുവർ റിസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, കോസ്മോ മാക്സ് സ്മാർട്ട് വാച്ചിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ നമ്മുടെ ആപ്പിന് വേണ്ടിയിട്ടുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 100+ സ്പോർട്സ് മോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1.81 ബിഗർ ഡിസ്പ്ലേ ആണ് വരുന്നത്, നമുക്ക് ഓൾറെഡി ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് കൊടുത്തേക്കുന്നത്. അവരുടെ വെബ്സൈറ്റായിട്ടുള്ള pebblecard.com കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പറും സ്റ്റാൻഡ് ബൈ ടൈം ഒക്കെ 15 ടൈമാണ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് IP67 ആണ്. Android 5 നമുക്ക് നമ്മുടെ iOS-ലും വർക്കിംഗ് ആണ്. ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. 1.81 TFT LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 57 ഗ്രാം വരുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഓൾറെഡി ബിഗർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ ലെവൽ ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, 100+ സ്പോർട്സ് മോഡ് ഉണ്ട്, പെഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വാച്ച് ഫേസസ് ഉണ്ട്, ഫൺ ടച്ച് കൺട്രോൾ ഉണ്ട്. അഥവാ പിന്നെ നമുക്ക് സ്ലീപ്പ് മോണിറ്ററിംഗ് ഉണ്ട്, അലാറാം നോട്ടിഫിക്കേഷൻ ഉണ്ട്, സെൻറ്ററി അലാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റൽ അലോയ് ബോഡിയാണ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. MRP കാര്യങ്ങൾ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കൊടുത്തേക്കുന്നത് 6999 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈസിന് അതിലൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ബെസ്റ്റ് ബൈ ലിങ്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നോക്കണ്ട, നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ വേറൊരു ബോക്സിൽ നമുക്ക് ഈ കവർ എടുത്ത് കഴിഞ്ഞാൽ കാണാം പെബിളിന് ബ്രാൻഡിങ് കൊടുത്തിട്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വാച്ച് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ മെയിൻ നമുക്കൊന്ന് എടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ചെറിയൊരു ഹെഫ്റ്റും ഉണ്ട്, എന്ന് വെച്ചാൽ മെറ്റൽ ബോഡിയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചാർജിങ് ക്രാഡിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബുക്ക് നമുക്കിതിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള എന്താ പറയുക സ്ക്രീൻ ഗാർഡ് അടക്കം നമ്മുടെ ബോക്സിൽ വരുന്നുണ്ട്. അത് നല്ലൊരു സംഭവമാട്ടോ. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ കൂടെ തന്നെ സ്ക്രീൻ ഗാർഡ് തരുന്നത്. പിന്നെ നമുക്കിതിൽ അതൊരു വെറൈറ്റി പാക്കേജിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ യൂസർ മാനുവലും അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാരണ്ടി ഡീറ്റെയിൽസും 1 ഇയർ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള എന്താ പറയുക QR കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മെയിൻ വാച്ചിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് ചാർജിങ് കാർഡിലും ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് ടൈപ്പ് വരുന്നത്. നമ്മുടെ USB to ഇവരുടെ തന്നെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ക്രാഡിലാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ വാച്ച് ഫേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ, ഇത് ബ്ലാക്ക് ഒരു ഗോൾഡ് ഫിനിഷാണ് വരുന്നത്. മെറ്റൽ ബോഡി തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റാപ്പിംഗ് കൊടുക്കാം. സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ സൈഡ് കാണിച്ചു തരാൻ കണ്ടു. ഭയങ്കര തടിയൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് സ്പീക്കർ ഔട്ട്പുട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിംഗിൾ സ്വിച്ചാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു മൈക്ക് വരുന്നത്, ചെറുത് നോയ്സ് ക്യാൻസലേഷൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ആയി തോന്നുന്നുണ്ടായിരിക്കും നല്ലൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ആക്ച്വലി ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഹെഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി ഹെഫ്റ്റ് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഓൺ ചെയ്യാം. ഇത് അമർത്തി പിടിക്കലാണ്. നമ്മുടെ ആകെ ഒരു സ്വിച്ച് ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ചാർജ് ഉണ്ടാവും വിചാരിക്കുന്നു. വൈബ്രേറ്റ് ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സ്ക്രീൻ തന്നെയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ബ്രാൻഡിങ് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയുന്നുണ്ട്. പെട്ടെന്ന് ബൂട്ടായിട്ട് അപ്പോൾ തന്നെ ബൂട്ടായി. ഇത് കൊള്ളാട്ടോ. സ്ക്രീൻ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇത് LCD സ്ക്രീനാണ്, പക്ഷേ കണ്ടാൽ പറയില്ല. എന്നുവെച്ചാൽ ആ ബ്ലാക്ക് കളറൊക്കെ അത്യാവശ്യം പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള ഒരു എന്താ പറയുക സ്ക്രീനാണ് വന്നേക്കുന്നത്. നമുക്ക് ഇത് കൂടെ തന്നെ നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മാറ്റാൻ പറ്റും. മെനു ആണെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെനുവിലേക്ക് പോകും. ഇത് നമുക്ക് താഴെ മെസ്സേജിങ് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബാറ്ററി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കോൾ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷൻ കിട്ടും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സിൻ്റെ നമുക്കിത് ഓൾറെഡി പകുതി ബ്രൈറ്റ്നസ് നമുക്ക് ഇത്ര ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. സ്ക്രീൻ ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്വാളിറ്റി സ്ക്രീനാണ് കേട്ടോ. അതുപോലെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയുടെ സെറ്റിങ്സിലുണ്ട്, വാച്ച് ഫേസ്, മെനു, വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്ക് ബട്ടണായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ട്, റിങ്, DND മോഡുണ്ട്, ഫോൺ മോഡ് ഓഫ് ഓൺ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഫോൺ നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യാം നല്ലത് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ആപ്പ് നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിലൊന്ന് എന്താ പറയുക ഡൗൺലോഡ് ചെയ്യാം, പെബിളിൻ്റെ ആപ്പ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് വരുന്നത് 𝙑𝙞 ആപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആപ്പ്. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാം പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഹോം പേജ് 3 മെനു നമുക്ക് താഴെ കാണാം. ആഡ് സ്മാർട്ട് വാച്ച് എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടു ആഡ് കൊടുക്കാം, ലൊക്കേഷൻ കൊടുക്കുക, അലോ കൊടുക്കുക. അപ്പോൾ ടേൺ ബ്ലൂടൂത്ത് ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലീസ് സെലക്ട് യുവർ സ്മാർട്ട് വാച്ച് ഇൻ ദ പെറ്റീഷൻ ലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെർച്ചിങ് ഫോർ സ്മാർട്ട് വാച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പെയറിങ്
ഇതിനായിട്ട് നമുക്ക് ആപ്പ് ഇത് കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ എന്താ പറയുക നേരത്തെ നമ്മൾ പറഞ്ഞ ഹോം സ്ക്രീനിൻ്റെ. അത് ആക്ച്വലി ഒരു നമ്മുടെ ഐഫോണിൻ്റെ ഒരു ഹോം സ്ക്രീനിൻ്റെ ഒരു കോപ്പി പോലെ ഉണ്ടോ. നമുക്കിത് വേണമെങ്കിൽ സൂം ചെയ്യാനും ഇത് കുറയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം. ഈ നമ്മുടെ ഈ ഡയൽ പാഡ് വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് സൂമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റിങ്സിൽ പോയിട്ട് നമുക്കതിൽ ബ്ലൂടൂത്ത് മോഡ് കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും ബ്ലൂടൂത്ത് ഇത് ആക്ച്വലി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇതെന്താ വെച്ചാൽ എനിക്ക് ആക്ച്വലി വന്നേക്കുന്നത് യൂസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വന്നതെന്നുണ്ട്. അതായത് നമുക്ക് ആദ്യം സെറ്റപ്പും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാർട്ടായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ആഡ് ചെയ്യാൻ നമുക്ക് എന്തായാലും അതിന് മുമ്പ് ഞാൻ ആഡ് ചെയ്തിട്ടൊന്ന് തിരിച്ച് വരാം. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഡ് ഡിവൈസ് കാണിച്ചു വിട്ടു. അപ്പോൾ നമ്മൾ അത് കൊടുത്തു, ആഡും കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം അത് ഓൾമോസ്റ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൽ നമ്മുടെ ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൂടെ കാണാം. PBL കോസ്മോ മാക്സ് 80% ബാറ്ററി ഉണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തു. വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റും. ഇവിടെ ഉണ്ടോ നമുക്ക് ഇവിടെ അത്യാവശ്യം ഓരോ വാച്ച് ഫേസുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ മോർ വാച്ച് ഫേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വാച്ച് ഫേസ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഡിസ്കവർ മോർ വാച്ച് ഫേസ് വേണ്ടി നമുക്ക് കാണിക്കുന്നുണ്ട്. നെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്യാവശ്യം കുറച്ച് വാച്ച് ഫേസുകളൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര കൂടുതലാണെന്ന് പറയില്ല. സാംസങ് സ്റ്റോറിലത്ര പോലത്തെ അതുപോലെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സ്റ്റോർ പോലത്തെ അത്ര അധികം വാച്ച് ഫേസുകളൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ലാത്ത വാച്ച് ഫേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വരണം എന്നൊക്കെയുള്ള ഒരു ടാഗ് ടോഗിൾ ചെയ്യാനുള്ള ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മെസ്സേജിന്, ഫേസ്ബുക്ക്, ഇതിനൊക്കെ നമുക്ക് ടോഗിൾ ചെയ്യാം. പിന്നെ നമുക്ക് അലാറാം സെറ്റിങ്സ്, ഷട്ടർ, നമുക്ക് എന്താ വെച്ചാൽ ഷട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറ അപ്ഗ്രേഡ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷനിലൊക്കെ നമുക്ക് ഇതിൽ ആപ്പിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്പ് തന്നെയാണ്. നമുക്ക് ഗൂഗിൾ ഫിറ്റ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഗൂഗിൾ ഫിറ്റ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ആണെങ്കിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഹോം സ്ക്രീനിൽ തന്നെ സ്റ്റെപ്സും അതുപോലെ തന്നെ സ്ലീപ്പ് മോഡ്, ഹാർട്ട് റേറ്റ്, BP, ബ്ലഡ് ഓക്സിജൻ, ഔട്ട്ഡോർ റണ്ണിങ് കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിലത്തെ ബ്ലൂടൂത്ത് കോളിങ്ങും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ കോളിംഗ് ഓൺ ആക്കുകയാണെങ്കിൽ ഇതിൽ പ്രസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോകാം. ഇതിൻ്റെ ഇത് പരിചയപ്പെടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് നമ്മുടെ കോള് ഇതിൽ ട്രൈ ആക്കിയാൽ ആഫ്റ്റർ പെയറിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പെയർ ചെയ്താണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നുണ്ട്. നേരത്തെ നമ്മുടെ അത് ചെറിയൊരു പെയറിങ് ഇഷ്യൂ വരുന്നിട്ട് അത് നേരത്തെ രണ്ടാമത്തെ വട്ടം പെയർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് ആയില്ലാന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ കാണിക്കുന്നത്. ഇപ്പോൾ അത് ആക്ച്വലി നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മെനുവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടെ നമ്മുടെ കോൾ ഓപ്ഷൻ വരാം. അപ്പോൾ കോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും മെനു ആയിട്ട്. റീസെൻറ്റ് കോള്, ഡയൽ പാഡ് നമുക്ക് കിട്ടുന്നുണ്ട്, കോൺടാക്റ്റ് കിട്ടുന്നുണ്ട്. ഡയൽ പാഡൊക്കെ കിട്ടും. നമുക്ക് 121 അടിക്കാം. 121 അടിച്ചിട്ട് ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് കോളിങ് ഐഡിയ സപ്പോർട്ട് കസ്റ്റമർ കെയർ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പറായിട്ട് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. 5 ഐഡിയ അല്ല എൻ്റെ ജിയോ ആണ്, അതുകൊണ്ടാണ് അത് കട്ടായത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നോക്കിക്കുന്ന സ്പീക്കറിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആക്ച്വലി നമുക്ക് ഈ 2990 ഇത് ആക്ച്വലി നല്ലൊരു ബൈൻഡ് ഡിവൈസ് തന്നെയാണ്. നമുക്ക് എന്തായാലും ചാർജിങ്ങും ഒന്ന് നോക്കാം. അതിൻ്റെ മാഗ്നറ്റിക് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. മാഗ്നറ്റിക് മുകളിലാണ് വരണേ കേട്ടോ ചാർജിങ്ങിൻ്റെ. അങ്ങനെയല്ല, അങ്ങനെ ആ മാഗ്നറ്റിക് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാഗ്നറ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു പവർ ബാങ്ക് കുത്തി നോക്കാം. അപ്പോൾ നമ്മളൊരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്ക് കുത്തുന്നുണ്ട്, ചാർജ് ആവുന്നുണ്ട്, ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സ്ക്രീൻ ക്വാളിറ്റി തന്നെയാണ്. ഒരു AMOLED സ്ക്രീൻ ക്വാളിറ്റിയുടെ ഒരു ഇഷ്യൂ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ ഈ വാച്ച് ഓണാക്കി കാണിച്ചു തരാം. നമ്മളിത് ഓഫാക്കി വെച്ചിരിക്കുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒന്നും നമുക്ക് ഇതിൽ സാംസങ്ങിൻ്റെ വാച്ചിലോ ഗൂഗിളിൻ്റെ വാച്ചിലോ കിട്ടില്ല കേട്ടോ. ഇത് 2 ദിവസം മാക്സിമം ഒക്കെ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്കൊരു 5 ദിവസം 6 ദിവസം 7 ദിവസമൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. ഇതും നമ്മുടെ അലൂമിനിയാണ് സൈഡൊക്കെ, ഇതും മെറ്റലാണ് ഉണ്ട്. അപ്പോൾ ഫിനിഷിംഗ് ഒക്കെ ടോപ്പ് നോച്ച് ഫിനിഷിംഗ് തന്നെയാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡ് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇതിൽ നമുക്കൊരു എന്താ പറയുക ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളയാൻ മറക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ റീഡിംഗ് ഒക്കെ തെറ്റും. കണ്ടോ ഫിനിഷിങ്. അപ്പോൾ നമ്മുടെ അതാണ് നമ്മുടെ ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ AMOLED അല്ലാതെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലാക്കൊക്കെ അത്യാവശ്യം പഞ്ചി കളർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻബിൽഡായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇതൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക ടെമ്പർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മെനുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
കുറേ സംഭവങ്ങളുണ്ട്. ബ്ലഡ് പ്രഷർ നോക്കാനുള്ളടക്കമുണ്ട്. പിന്നെ ബാക്സ് നമുക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. അലാറാം, ഹാർട്ട് റേറ്റ്, അതിൻ്റെ പിന്നെന്താ SpO2, പിന്നെ ക്ലോക്ക്, എന്താ പറയുക ടോർച്ച്, ടൈം, സ്റ്റോപ്പ് വാച്ച്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ഈ മെനു സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ചെറുതാക്കി വലുതാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഇത് ഫുള്ളി റൊട്ടേറ്റബിൾ ആണ്. നമുക്ക് ഫുൾ ടച്ച് ആയതുകൊണ്ട് തന്നെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നോ മെസ്സേജ് ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്യൂകളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഞാനൊരു 3000 താഴെ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന വാച്ച് നമ്മുടെ പെബിളിൻ്റെ ഈ കോസ്മോ മാക്സ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 3000 താഴെ ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ളത്, ബാക്കിയെല്ലാം നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു വാച്ച് ഫേസും ബാക്കിയെല്ലാം ഒരു സ്മാർട്ട് ബാൻഡ് പോലെ തോന്നും. പക്ഷേ ഇതിലെനിക്ക് അങ്ങനെ ഒരു ഫീച്ചർ തോന്നുന്നു. പ്രത്യേകിച്ച് കോളിംഗ് ഫീച്ചറൊക്കെ വന്നുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. പിന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് റീഡാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും 3000 താഴെ ഒരു ബെസ്റ്റ് പ്രൈസ് സംഭവം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഓൾറെഡി നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിനാണ് കിട്ടുന്നത് 3000 താഴെ നമ്മളൊരു വാച്ച് ഫേസിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആ വീഡിയോ ആണിത്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമെന്ന് വെച്ചാൽ ക്വാളിറ്റി വൈസും ബിൽഡ് ക്വാളിറ്റി വൈസും ഫീച്ചർ വൈസും ഈ പ്രൈസിന് ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. വേറെ നിങ്ങൾ ഈ ഫയർ ബോൾട്ടിനെക്കാട്ടൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ല സംഭവം ഇത് തന്നെയാണ്, പെബിളിൻ്റെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്താൽ ബൈങ് ലിങ്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.